Welcome back to FNM Labs. Have you ever wondered how a car's speed changes at every moment, or how to find the area under a curve like a riverbank? That is exactly what calculus helps us understand. It is the mathematics of change and accumulation in real life. ജനസംഖ്യാ വളർച്ച ട്രാക്ക് ചെയ്യുന്നത് മുതൽ റോളർ കോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്യുന്നതോ ശരീരത്തിൽ മരുന്നുകൾ എങ്ങനെ ലയിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതോ വരെ കാൽക്കുലസ് എല്ലായിടത്തും ഉണ്ട്. In this new video series, we will break down the core ideas of calculus, starting from the basics, perfect for +1 and +2 students. So, get ready to explore the world of motion, change, and patterns through this powerful branch of mathematics. Calculus, the mathematics of motion, growth, and change, is one of humanity's greatest inventions. But where did it come from? Let's dive into its fascinating story in brief. During the 17th century, the world of science was changing fast. കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ അസ്ട്രോണമേഴ്സ് ഗ്രഹങ്ങളെയും ചലനത്തെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ടു. ഒരു ചലിക്കുന്ന വസ്തുവിൻ്റെ കൃത്യമായ വേഗത ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എങ്ങനെ കണ്ടെത്തും? അതുപോലെ ഒരു പ്ലാനറ്റിൻ്റെ പാത പോലുള്ള ഇറഗുലർ ഷേപ്പുകളുടെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതിനൊക്കെ ശരിയാവണ്ണം ഉത്തരം നൽകാൻ ജിയോമെട്രിക്കോ ഓൾജിബ്രയ്ക്കോ അന്ന് കഴിഞ്ഞില്ല. മാത്തമാറ്റീഷ്യൻസ് നീഡഡ് എ ബ്രാൻഡ് ന്യൂ ടൂൾ, ആൻഡ് ദാറ്റ് ഇസ് ഹൗ കാൽക്കുലസ് വാസ് ബോൺ. കാൽക്കുലസ് എന്ന ഗണിത ശാഖയുടെ ഉത്ഭവത്തിന് പിന്നിൽ രണ്ട് പ്രധാന വ്യക്തികളാണുള്ളത്. ഒന്ന് ഐസക് ന്യൂട്ടൺ ഫ്രം ഇംഗ്ലണ്ട്, രണ്ട് ഗോഡ്ഫ്രീഡ് വില്യം ലിബനിറ്റ്സ് ഫ്രം ജർമ്മനി. എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ? ഐസക് ന്യൂട്ടൺ ഇൻവെൻറ്റഡ് കാൽക്കുലസ് ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇൻ ഫിസിക്സ്. ന്യൂട്ടൺ തൻ്റെ കാൽക്കുലസ് പതിപ്പിനെ വിളിച്ചത് മെത്തേഡ് ഓഫ് ഫ്ലക്സൺസ് എന്നാണ്. എന്തുകൊണ്ട് ഫ്ലക്സണുകൾ? കാരണം ദൂരം, വേഗത, സമയം തുടങ്ങിയ അളവുകൾ ഒരു നദി പോലെ നിരന്തരം ഒഴുകുന്നതായി അദ്ദേഹം സങ്കല്പിച്ചു. He called the changing quantities fluents and their rates of change fluxons. വാസ്തവത്തിൽ ഫ്ലക്സൺ എന്ന വാക്കിൻ്റെ അർത്ഥം ലാറ്റിനിൽ ഒഴുകുക എന്നാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ വീക്ഷണത്തിൽ കാൽക്കുലസ് വെറും സംഖ്യകളെക്കുറിച്ചല്ല, അത് പ്രകൃതിയുടെ അദൃശ്യമായ ഒഴുക്കിനെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ആയിരുന്നു. പ്ലാനറ്റ്സ് എന്തുകൊണ്ട് ചലിക്കുന്നു, ആപ്പിൾ എന്തുകൊണ്ട് വീഴുന്നു, ഫോഴ്സസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിവ ന്യൂട്ടന് തൻ്റെ രീതി ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞു. ന്യൂട്ടന് പ്രകൃതിയുടെ മറഞ്ഞിരിക്കുന്ന നിയമങ്ങളെ വിവരിക്കുന്നതിനുള്ള ഒരു ടൂളായിരുന്നു കാൽക്കുലസ്. അതേസമയം ഗോഡ്ഫ്രീഡ് ലിബനിറ്റ്സ് ഘടനയിലും നൊട്ടേഷനിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഓൺലി അബൌട്ട് സ്പെസിഫിക് ഫിസിക്കൽ പ്രോബ്ലംസ്, ലിബനിറ്റ്സ് ട്രൈഡ് ടു ബിൽഡ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ദാറ്റ് കുഡ് ബി അപ്ലൈഡ് ടു എനി കർവ് ഓർ ചേഞ്ച്. കാൽക്കുലസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, നാം വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കുന്ന dy/dx എന്ന സിമ്പലും ഇൻ്റഗ്രലുകൾക്ക് ഇലോങ്ങേറ്റഡ് എസ് എന്ന സിമ്പലും അദ്ദേഹം അവതരിപ്പിച്ചു. താങ്ക്സ് ടു ലിബനിറ്റ്സ്, കാൽക്കുലസ് ബിക്കേം എലിഗൻറ്റ് ആൻഡ് യൂണിവേഴ്സൽ. ഗണിത ശാസ്ത്രജ്ഞർക്ക് എല്ലാ മേഖലകളിലും ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് മാറി. ന്യൂട്ടണും ലിബനിറ്റ്സും രണ്ട് അടിസ്ഥാന ആശയങ്ങളാണ് കണ്ടെത്തിയത്. ഒന്ന്, ഡിഫറൻഷിയേഷൻ. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് ചേഞ്ചിങ് അറ്റ് ആൻ എക്സാക്ട് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ ഡ്രൈവിംഗ് എ കാർ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓഡോമീറ്റർ നോക്കി കവർ ചെയ്ത ഡിസ്റ്റൻസ് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. 10 മണിക്ക് നിങ്ങൾ 100 കിലോമീറ്റർ കവർ ചെയ്യും. 10:10 ആയപ്പോഴേക്കും 120 കിലോമീറ്റർ ഓഡോമീറ്റർ റീഡിംഗ് കാണിച്ചു. അതായത് 10 മിനിറ്റിൽ 20 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്ക് 10:05 ആയപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ സ്പീഡ് എന്തായിരുന്നു? നോക്കുക, ആവറേജ് സ്പീഡല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആക്ച്വൽ സ്പീഡ്. ഇത് കണ്ടുപിടിക്കാൻ ഡിഫറൻഷിയേഷൻ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഐഡിയ ഇൻ്റഗ്രേഷനാണ്. ആഡിങ് അപ്പ് ഇൻഫിനിറ്റ്ലി മെനി സ്മോൾ പീസസ് ടു ഫൈൻഡ് എ ഹോൾ. അതാണ് അതിലെ ആശയം. കൺസിഡർ ഫോർ എക്സാമ്പിൾ ആൻ അനലോഗി. നിങ്ങളുടെ മേൽക്കൂരയിലേക്ക് പെയ്യുന്ന മഴവെള്ളം ഒരു വാട്ടർ ടാങ്കിലേക്ക് ഒഴുകുന്നത് സങ്കല്പിക്കുക. മഴയുടെ നിരക്ക് ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ
30 മിനിറ്റിന് ശേഷം ടാങ്കിൽ എത്ര വെള്ളം ശേഖരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് കരുതുക. അത് കണ്ടെത്താൻ ഓരോ നിമിഷവും ശേഖരിക്കുന്ന വെള്ളം സെക്കൻഡ് ബൈ സെക്കൻഡായി ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ കൂട്ടിച്ചേർക്കൽ പ്രക്രിയയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ചുരുക്കത്തിൽ, ഡിഫറൻഷിയേഷൻ ഈസ് ഹൗ ഫാസ്റ്റ് സംതിങ് ഈസ് ചേഞ്ചിങ് റൈറ്റ് നൗ. ഫോർ എക്സാമ്പിൾ, ഹൗ ഫാസ്റ്റ് വാട്ടർ ഈസ് pouring into the tank at a particular time. Integration is how much has been collected or accumulated over a time period. Example, total water in the tank. The most beautiful part is differentiation and integration are two sides of the same coin, a connection explained by the fundamental theorem of calculus. This theorem says, if you first integrate a function, that means add small pieces together, and then differentiate it, that is, find the rate of change, you get back the original function. It's like winding a clock forward and backward and ending up at the same time. പക്ഷേ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 1700കളുടെ തുടക്കത്തിൽ ന്യൂട്ടൻ്റെയും ലിബനിറ്റ്സിൻ്റെയും അനുയായികൾക്കിടയിൽ ആരാണ് ആദ്യം കാൽക്കുലസ് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വലിയ തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. ന്യൂട്ടൻ്റെ കുറിപ്പുകൾ കാണിക്കുന്നത് അദ്ദേഹം നേരത്തെ ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തതാണെന്നാണ്. പക്ഷേ ലിബനിറ്റ്സ് ആദ്യം പ്രസിദ്ധീകരിച്ചു. ദേശീയ അഭിമാനം ഈ വാദത്തെ വളരെ കൈപ്പേറിയതാക്കി. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കോണ്ടിനെൻ്റൽ ഗണിത ശാസ്ത്രജ്ഞർക്കിടയിൽ ന്യൂട്ടനും ലിബനിറ്റ്സും ഒറിജിനലും ഇൻഡിപെൻഡൻറ്റുമായ സംഭാവനകളാണ് ഇക്കാര്യത്തിൽ നൽകിയതെന്ന് ലോകം ഇന്ന് അംഗീകരിക്കുന്നു. ബോത്ത് ന്യൂട്ടൺ ആൻഡ് ലിബനിറ്റ്സ് ആർ honored as co-founders of calculus. Since then, calculus has exploded into many branches. Differential equations help us predict weather. Integral calculus helps design bridges and aircraft. Limits and series led to new discoveries in infinity, quantum physics, and even artificial intelligence. Calculus is truly the foundation of modern science and technology. And that is the inspiring story of how two brilliant minds working centuries ago gave us a mathematical tool that changed the world forever. If you enjoyed this story, don't forget to like, share, and subscribe for more journeys into the magic of mathematics.